കൂട്ടുകാരെ, പ്രയ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ചെടിയുടെ പേരാണ് ബൊഗൈൻവില്ല. ഈ ഒരു ചെടി എന്ന് പറയുന്നത് ഒട്ടുമിക്ക എല്ലാ വീടുകളിലും ഉണ്ടാവും. ഇതിൻ്റെ ഒരു തയ്യെങ്കിലും ഉണ്ടാവും അധികം എല്ലാ വീടുകളിലും. ഇതിലെങ്ങനെ നമുക്ക് ഇലകളൊന്നുമില്ലാതെ തിങ്ങി നമുക്ക് പൂക്കൾ ഉണ്ടാവുന്നതാണ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിലായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒരുപാട് വാങ്ങിയിട്ടുള്ള വളങ്ങളൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളെ വീട്ടിലുള്ള ചാണകം ഉണ്ടെങ്കിൽ അത് നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മളിതിൽ പുളിച്ചിട്ടുള്ള കഞ്ഞിവെള്ളം ഉണ്ടെങ്കിലും പിന്നെ അതിൻ്റെ നമ്മളെ ഈ കറ്റാർ വാഴ ഒരു ലീഫ് എടുത്തിട്ട് നമ്മൾ ഒരു പാട്ടയാണ് വെള്ളം എടുക്കുന്നതെങ്കിൽ അതിലേക്ക് ഒരു ലീഫ് കറ്റാർ വാഴ മുറിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് പുളിച്ചിട്ട് പിറ്റേ ദിവസം ഇത് കൈ കൊണ്ട് നന്നായിട്ട് ഞെരടി എടുത്തതിന് ശേഷം നമ്മളത് നേർപ്പിച്ചിട്ട് ഇലകളിലൊക്കെ സ്പ്രേ അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ അത് നമുക്ക് ഇതിൻ്റെ ചുവട്ടിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ കൊമ്പാണ് നമ്മൾ നട്ട് കൊടുക്കുന്നത്. കൊമ്പ് നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നല്ല മൂത്തിട്ടുള്ള കൊമ്പ് വേണം എടുക്കാനായിട്ട്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ലീഫെല്ലാം നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മളൊരു ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് അല്പം വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു കവറ് കൊണ്ടോ അല്ലെങ്കിൽ കവറ് തന്നെയാണ് ഏറ്റവും നല്ലത്. കവറ് കൊണ്ട് നമ്മൾ ഇത് മൂടി വെക്കണം. ചട്ടി അടക്കം മൂടുന്നതായിരിക്കും നല്ലത്. കുറച്ച് വലിപ്പമുള്ള അല്ലെങ്കിൽ ഈ കൊമ്പ് മാത്രം മൂടിയാലും മതി. എന്നിട്ട് 10 ദിവസം മതി നമുക്കിതൊന്ന് മുള പൊട്ടി വരാനായിട്ട്. അതിനുശേഷം നമുക്ക് ഈ കവറൊന്ന് മാറ്റിയിട്ട് തണലത്ത് വെച്ചിട്ട് വേണം അത് ജസ്റ്റ് ഒന്ന് വളരുന്നവരെ നമ്മളൊന്ന് ശ്രദ്ധിക്കാനായിട്ട്. ഏറ്റവും കൂടുതൽ വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടി കൂടിയാണ് ഈ ബൊഗൈൻവില്ല. നമ്മൾ തൈ അയക്കുമ്പോൾ ചെറുങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചു കൊടുത്താൽ മതി. ഈ ഒരു ജനുവരി മാസത്തിലാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പൂക്കൾ കിട്ടുന്നത്. ഇത് തണുപ്പുള്ള സമയത്താണ് ഇതിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടായി കിട്ടുന്നത്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ പല വെറൈറ്റി പൂക്കളുണ്ട് നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ കൊമ്പ് നമ്മൾ ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കുക അല്ലാതെ കറ്റാർ വാഴ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇതിൻ്റെ ഒരു കൊമ്പ് നമ്മൾ കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും ഇതേപോലെ നല്ല രീതിയിൽ തന്നെ ഉണ്ടായി കിട്ടുന്നതാണ്. പിന്നെ ഈ ഒരു ചെടി ഒരുപാട് വളർന്നു പോവാതെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇതേപോലെ നല്ല കുറ്റിയായിട്ട് വളർത്തിയെടുക്കാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവും. ഒരുപാട് വളർന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഭംഗി അങ്ങ് പോയി കിട്ടും. അപ്പോൾ നമ്മൾ കുറ്റി ആകുമ്പോൾ തന്നെ ഇതിൻ്റെ ചികിരങ്ങളൊക്കെ വെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കുറ്റിയായിട്ട് ബുഷിയായിട്ട് നമുക്ക് ഒരുപാട് പൂക്കൾ ഉണ്ടായി കിട്ടും. ഇതേപോലെ ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.